ഹലോ, ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് സാധാരണ സൺഡേ ആയിട്ട് 6:30 കുർബാനക്കാണ് പോവാറ്. ഇന്ന് ഇഷാൻകുട്ടന് കാഴ്ചവെപ്പും അവൻ്റെ എക്സാമും ഒക്കെ ഉള്ളതുകൊണ്ട് അവൻ്റെ കൂടെ കുർബാനയിൽ പങ്കുകൊള്ളണം. അപ്പം ഞാൻ രാവിലെ തന്നെ കിച്ചണിലോട്ട് വന്നപ്പോൾ എൻ്റെ മണി പ്ലാന്റൊക്കെ ഒരു ഉഷാറില്ലാണ്ട് നിൽക്കണം. അപ്പം ഞാനതൊക്കെ ഒന്ന് നനച്ച് ഫ്രഷാക്കി വെച്ച് ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡിയാക്കണം. എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ ഞാനോർത്ത് പുട്ടുണ്ടാക്കാമെന്ന്. പുട്ടും മുട്ടക്കറി ആകുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. പക്ഷേ ഇഷാന് പുട്ട് തീരെ ഇഷ്ടമല്ല. മുട്ടക്കറി ആയതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. പപ്പക്കാണ് ഇവിടെ പുട്ട് ഇഷ്ടം. ഇഷാന് വല്ല ദോശ, ഇഡ്ഡലിയ, പൂരിയ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അപ്പം ഞാൻ പെട്ടെന്ന് തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്ത്. എനിക്ക് തേങ്ങ ചിരണ്ടാനും പൊട്ടിക്കാനൊക്കെ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷേ പുട്ടിന് നമ്മൾ തേങ്ങ ഇടാണ്ട് പറ്റില്ലല്ലോ. സാധാരണ സ്റ്റോൺ ചേട്ടനോ അപ്പച്ചനോ ഉള്ളപ്പോൾ എനിക്ക് അവർ തേങ്ങയൊക്കെ പൊതിച്ച് തരും. അപ്പം ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ട് വേണം പണികളൊക്കെ അങ്ങോട്ട് തുടങ്ങാനായിട്ട്. ഇഷാൻ നല്ല ഉറക്കവും. അപ്പോൾ അവൻ എഴുന്നേറ്റ് വന്നതിന് മുമ്പ് തന്നെ പുട്ടൊക്കെ റെഡിയാക്കി വെക്കണം. ഞാൻ പുട്ടിന് പൊടിയൊക്കെ എടുത്ത് അത് പെട്ടെന്ന് നനച്ച് എല്ലാം റെഡിയാക്കി അങ്ങോട്ട് വെച്ച്. പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാകുമ്പോൾ സാധാരണ കുറച്ച് നേരം നനച്ച് വെക്കണം. ഇത് സാധാ പൊടിയായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തേങ്ങയൊക്കെ ഇട്ട് നനച്ചങ്ങോട്ട് എടുത്ത്, പിന്നെ മുട്ടക്കറിക്കുള്ള സവാളയും ഇഞ്ചിയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് അരിഞ്ഞ് റെഡിയാക്കി എടുത്ത് അത് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുത്ത്, സാധാരണ നമ്മൾ മുട്ടക്കറി വെക്കുമ്പോൾ ഒരു തുള്ളി കോൺഫ്ലവർ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും. അപ്പോൾ മുട്ടക്കറിക്ക് നല്ല ഗ്രേവിയും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന കറി പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ബിസ്ക്കറ്റിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നല്ല കുറുകൽ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ കോൺഫ്ലവർ, ബിസ്ക്കറ്റിൻ്റെ പൊടി എന്തെങ്കിലും മുട്ടക്കറിയിൽ ഇടാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റുണ്ട്. അപ്പോൾ തുള്ളി മസാലക്കൂട്ടും പെരിഞ്ചീരകവും നമ്മുടെ പട്ടയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് എല്ലാം ഇട്ട് അങ്ങോട്ട് സെറ്റാക്കി അങ്ങോട്ട് എടുത്ത്, ഇനി ഇതൊക്കെ അങ്ങോട്ട് മുരിഞ്ഞ് റെഡിയായിട്ട് വരുമ്പോഴേക്കും കുറച്ച് പാലും ഒഴിച്ച് കുറുകി അങ്ങോട്ട് വന്നപ്പോഴേക്കും നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും ഇട്ട് പിന്നെ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അങ്ങനെ മുട്ടക്കറി അങ്ങോട്ട് റെഡിയായി. ചൂട് മുട്ടക്കറിയും കൂട്ടി പുട്ടൊക്കെ അങ്ങോട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പുട്ടും മുട്ടക്കറി. അങ്ങനെ മുട്ടക്കെട്ട് റെഡിയായി. പിന്നെ പുട്ടിനുള്ള പൊടിയും വേഗം കുഴച്ചെടുത്ത് പുട്ടും റെഡിയാക്കി. ചിരട്ടപ്പുട്ടാണ് സാധാരണ ഉണ്ടാക്കാറ്. അങ്ങനെ ഇഷാന് വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത്, അവന് ബൈബിളിൻ്റെ എക്സാമാണെന്ന്. അപ്പോൾ അത് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചു കുറച്ചായിരുന്നു അതൊക്കെ വായിച്ച് പഠിച്ച് അവൻ പെട്ടെന്ന് പള്ളിയിലോട്ട് പോയി. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ എനിക്ക് കുളിച്ച് റെഡിയായിട്ടൊക്കെ വേണം പോകാനായിട്ട്. അപ്പോൾ 9:30 മണിക്കാണ് രണ്ടാമത്തെ കുർബാന. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കൊച്ചിനെ വിട്ടതിൻ്റെ പുറകെ തന്നെ ഞാനും പെട്ടെന്ന് കുളിച്ച് റെഡിയായി. അപ്പോൾ ഇന്ന് കാഴ്ചയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ധാവണി സെറ്റായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞാനും പള്ളിയിലോട്ട് പോയി. പള്ളിയിൽ ചെന്നപ്പോഴേക്കും കുർബാന തുടങ്ങി. നമ്മളങ്ങനെയാണല്ലോ, കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പള്ളിയിലോട്ട് എത്തുമ്പോഴേക്കും കുർബാന ഒന്ന് തുടങ്ങിയിട്ടുണ്ടാവും. എപ്പോഴും എന്നും നേരത്തെ പോകണമെന്ന് വിചാരിച്ചാലും കുർബാന തുടങ്ങും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പള്ളിയിലോട്ട് ചെല്ലാനായിട്ട് ഭയങ്കര ഒരു ഇതുപോലെയാണ്. അപ്പോഴേക്കും പള്ളിയിലത്തെ കഴിഞ്ഞ് ഇഷാൻകുട്ടൻ വേഗം എത്തി. പിന്നെ അപ്പോഴേക്കും ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ കൊറിയറൊക്കെ വരുമ്പോൾ ഇവനിങ്ങനെ കൊറിയർ വാങ്ങിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഇഷാൻകുട്ടനുള്ള സർപ്രൈസായിരുന്നു. കാരണം അവന് വരക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവനൊരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനല്ല കേട്ടോ, പപ്പയുടെ വർക്കാണ്. സാധാരണ ഇവൻ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയും. ഈ പ്രാവശ്യം നേരത്തെ തന്നെ പപ്പയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പപ്പ സർപ്രൈസായിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പപ്പ സർപ്രൈസായിട്ട് എനിക്ക് പൈസയൊക്കെ തന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷാന് ഭയങ്കര സന്തോഷമായിപ്പോയി. അവൻ ഭയങ്കര ത്രില്ലിലായിരുന്നു. ഇഷാനെന്ന് വെച്ചാൽ കളിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് പിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പരിസരത്തെങ്ങും പിള്ളേരൊന്നുമില്ല. ഫുൾ ടൈം എൻ്റെ മോൻ ഇങ്ങനെ പടമൊക്കെ വരച്ചിരിക്കും. ഞാൻ ഷോപ്പിൽ തിരക്കൊക്കെ ആണെങ്കിലും അവൻ ഈ വരക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഈ പ്രാവശ്യം നല്ല അടിപൊളി ബുക്കാണ് എൻ്റെ മോന് കിട്ടിയേക്കണത്. പിന്നെ ഇനി വരക്കാനുള്ള ക്രയോണും അതും ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതും വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ അവൻ വിചാരിച്ചതിലും നല്ല അടിപൊളി ബുക്കായിരുന്നു കിട്ടിയത്. കുറേ പേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളി ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി ഒരു ദിവസം കൊണ്ട് മുഴുവനിരുന്ന് വരച്ച് തീർക്കുമെന്നാവുമെന്ന് വിചാരിച്ച് ഞാനും വിഷമിച്ച്. വെച്ചാൽ പഠിത്തത്തിലും കുറച്ച് ശ്രദ്ധ വേണമല്ലോ. ഇവന് വരക്കാൻ പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം ഇരുന്ന് വരക്കും. അപ്പോൾ പപ്പയ്ക്കും വീഡിയോ ഒക്കെ എടുത്ത് അയച്ചൊക്കെ കൊടുത്ത് പപ്പയും ഹാപ്പിയായി. അങ്ങനെ ഇഷാന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ്.
അങ്ങനെ ഇഷാന് സാധാരണ അവൻ ക്ലാസ്സിൽ പോയിട്ടാണ് കൊറിയർ പറയുന്നത്. അവൻ്റെ കയ്യിൽ തന്നെ കിട്ടിയപ്പോൾ അവന് ഭയങ്കര സന്തോഷം. പിന്നെ കൊച്ചു പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഒരുത്തുന്ന ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാം. അങ്ങനെ അതിലോട്ട് ആവശ്യമായ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ ഇനി ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ തക്കാളിയും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചിക്കന് മസാലയും സംഭവങ്ങളൊക്കെ കൂട്ടി അതും റെഡിയാക്കി അങ്ങോട്ട് വെക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും എല്ലാം ഇട്ട് ചിക്കൻ അങ്ങോട്ട് സെറ്റാക്കി വെച്ച്, അപ്പോൾ അതിലോട്ട് ഒരു കോൺഫ്ലവറിൻ്റെ പൊടിയും പിന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ട്, നമ്മൾ ചിക്കനൊക്കെ വറക്കുമ്പോൾ ഇത്തിരി തൈരും കോൺഫ്ലവറിൻ്റെ പൊടിയും മുട്ടയൊക്കെ ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ അങ്ങനെ വറക്കാമെന്ന് വിചാരിച്ച് എല്ലാം കൂടി കുഴച്ച് റെഡിയാക്കി അങ്ങോട്ട് സെറ്റാക്കി വെച്ച് ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പിടിച്ച് റെഡിയായിട്ട് വരും. എന്നിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കിച്ചണിലാകനെ ഇത്തിരി ഉള്ളിയുടെ തുണ്ടും ഇതൊക്കെ അങ്ങോട്ട് പറന്ന് കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങോട്ട് ഇട്ട്, മൊത്തം അടിക്കാനൊന്നും സമയം ഉണ്ടായില്ല. കിച്ചണിലെ പണിയൊക്കെ മൊത്തം കഴിഞ്ഞിട്ട് നമുക്ക് ആകനെ ക്ലീൻ ചെയ്യാനുണ്ട്. ഇന്ന് ഒരുപാട് അലക്കാനും ഒക്കെ ഉള്ള ദിവസമായിരുന്നു സൺഡേ. അപ്പോൾ ഇന്ന് സൺഡേ എന്നുള്ള ദിവസം നമ്മൾ ഒരു ദിവസം വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് സമയം പോകും. ഈ ദിവസം തന്നെ കുടുംബശ്രീയും എല്ലാം ഉള്ളത്. അപ്പോൾ ഒന്നിനും സമയം തികയാറില്ല. അപ്പോൾ ഞാനോർത്ത് വെജിറ്റബിൾസൊക്കെ അങ്ങോട്ട് വേഗം അങ്ങോട്ട് അരിഞ്ഞ് വെക്കാം. അപ്പോൾ കറി അങ്ങോട്ട് റെഡി ആവുന്നതിന് മുമ്പ് അരിയും അടപ്പത്തിട്ട് കഴിയുമ്പോൾ അതും അങ്ങോട്ട് റെഡിയായി വരുമല്ലോ. അപ്പോൾ ചിക്കൻ പെട്ടെന്ന് തന്നെ ഞാൻ എടുത്ത് വറുത്ത് അത് റെഡിയാക്കി. പിന്നെ വെജിറ്റബിൾസ് നമ്മുടെ ക്യാരറ്റും ബീൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പെട്ടെന്ന് ഞാൻ നന്നാക്കി. എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. സ്റ്റോൺ ചേട്ടനുള്ളപ്പോൾ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്തു തരാറുണ്ട്. പക്ഷേ കിച്ചണിലെ പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ. ഇഷാൻകുട്ടന് കാലത്തെ എക്സാം കഴിഞ്ഞ് 2 മണിക്കൂർ എക്സാം ഉണ്ട്. അപ്പോൾ അവന് 1:30 മണിയൊക്കെ ആകുമ്പോഴേക്കും പോകണം. അപ്പോൾ സമയം ഇപ്പോൾ 1 മണിയൊക്കെ ആയി. അപ്പോൾ അതിനുള്ളിൽ ഈ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം. എന്നാലും മാത്രമേ അവന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനെല്ലാം പെട്ടെന്ന് വേഗം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസും അതിൻ്റെ കൂടെ പച്ച ഗ്രീൻ പീസും ഉണ്ടായിരുന്നു. അതും അങ്ങോട്ട് നമ്മുടെ റൈസിലോട്ടിട്ട് അതും വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചിക്കൻ നല്ല മുരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചോറും റെഡിയായി. കറക്റ്റ് ടൈമിന് തന്നെ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർന്നു. അപ്പോൾ ഇഷാൻകുട്ടനാണെങ്കിൽ ചോറ് കൊടുത്തിട്ട് വേഗം വിടാം. അപ്പോൾ അവനെ എക്സാമിന് പോകുമ്പോൾ വിശന്നും ഇരിക്കണ്ടല്ലോ. അങ്ങനെ അരി വേഗം കോരിയെടുത്ത് അത് റെഡിയാക്കി വെച്ച്, പിന്നെ നമ്മുടെ ക്യാപ്സിക്കും സവാളയൊക്കെ ഗ്രേവിക്ക് വേണ്ടി അതും ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുത്ത്, അതിൻ്റെ ഇടയ്ക്ക് മുട്ട കുറച്ച് ചിക്കിയെടുത്ത് നമ്മുടെ ചോറിലോട്ട് ഇടണമല്ലോ. അപ്പോൾ അതും റെഡിയാക്കി. പിന്നെ നമ്മുടെ സലാഡിനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിയും പെട്ടെന്ന് സെറ്റായി. ആഹാ, നല്ല മണം വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പം ഞാൻ കറി റെഡിയായതിൻ്റെ കൂട്ടത്തിൽ ചോറിനുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചുകൊണ്ട് ചോറും റെഡിയായി. കറി അവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. ഒന്ന് ആവിയിലൊന്ന് പറ്റി അങ്ങോട്ട് കഴിയുമ്പോൾ അതും റെഡിയാവും. ഇഷാൻകുട്ടന് ചോറൊക്കെ കഴിച്ച് സമാധാനത്തിന് എക്സാമിന് പോകാം. അപ്പം ഞാൻ അപ്പച്ചനും ഇഷാനും ഉള്ള ചോറൊക്കെ അങ്ങോട്ട് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് വേഗം പാത്രമൊക്കെ കഴുകി. ചിക്കൻ കുറച്ച് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷാന് ചിക്കൻ വറുത്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. അപ്പച്ചനും ഇഷാനുമുള്ള ചോറൊക്കെ എടുത്ത് കൊടുത്തു. ഞാനും കുറച്ച് ഫുഡ് കഴിച്ചു. അതാണ് ഇന്നത്തെ സൺഡേ വ്ളോഗ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഒന്ന് ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.